അനുഭവം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ പേര് മേഴ്സി ജോസി. ഞാൻ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലെ റിട്ടയർഡ് ആയ ഒരു ഉദ്യോഗസ്ഥയാണ്. അതിനുശേഷമാണ് ഞാൻ ഈ പദ്ധതിയിലേക്ക് വരുന്നത്. അപ്പോൾ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് ആലപ്പുഴയിലെ തന്നെ ഷൈനി മാഡവും ജോസി സാറുമാണ്. അപ്പോൾ അവർ ആദ്യം എൻ്റെ അടുത്ത് വന്ന് ഇത് പറഞ്ഞെങ്കിലും നേരത്തെ സാറ് ക്ലാസ് എടുത്തതുപോലെ എനിക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരുന്നു ഇതിനോട് ആദ്യം ഉണ്ടായിരുന്നത്. കാരണം എല്ലാവരും വന്നിങ്ങനെ ഓൺലൈനിലെ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേന് അത് ഫാൾട്ട് ആകാനാണ് സാധ്യതയെന്ന് പലരും ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് ആദ്യമൊക്കെ അതിനോടൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും ഇവരെന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും വീട്ടിൽ വന്ന് സംസാരിക്കുകയും ഈ പ്രോഡക്റ്റ് കൊണ്ടുവന്ന് നമ്മളെ കാണിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ആ ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന അതിൻ്റെ ആ സത്യസന്ധത മനസ്സിലാക്കുകയും ഞാൻ അതിലൊരു അംഗമാവുകയും കൂടിയാണ് ആദ്യം ചെയ്യുന്നത്. പക്ഷെ ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആദ്യമേ തന്നെ ഞാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഷുഗർ, കൊളസ്ട്രോള്, തൈറോയിഡ് സംബന്ധമായി പല ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം തന്നെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ രോഗങ്ങൾക്കെല്ലാം ഞാൻ വേറൊരു മരുന്ന് കഴിച്ചിട്ടില്ല. എനിക്ക് ഈ അസുഖം ഉണ്ടെന്ന് ഞാനത് മനസ്സിലാക്കിയെങ്കിലും ഞാൻ ഈ ബയോട്ടോറിയത്തിൻ്റെ ആ വാട്ടർ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ബെഡ്, തലയണ ഇതെല്ലാം നമ്മൾ അതിൽ പറഞ്ഞതുപോലെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് ഉപയോഗിച്ച് ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞില്ല എൻ്റെ ഷുഗർ, കൊളസ്ട്രോള്, തൈറോയിഡ് ഇതെല്ലാം നോർമലായി വരികയുണ്ടായി. ഇതിനേക്കാൾ കൂടുതലായിട്ട് എന്നെ അതിശയിപ്പിച്ച, ഞങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കുകയും അതുപോലെ തന്നെ ഞങ്ങളെ കൂടുതൽ സന്തോഷത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ഒരു സംഭവമാണ്. കാര്യം എൻ്റെ മോളുടെ കുട്ടി 12 വയസ്സുള്ള കുട്ടിയാണ്. 12 വയസ്സുള്ള കുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവന് സ്കൂള് തുറന്നിട്ട് അവൻ കഴിഞ്ഞ ആഴ്ചയാണ് സ്കൂളിൽ പോകാൻ പറ്റിയത്. അതായത് അവന് പെട്ടെന്നാണ് കുഞ്ഞ് മൂത്രം ഒഴിച്ചപ്പോഴത്തേന് യൂറിനിൽ ബ്ലഡ് കളർ എന്ന് പറഞ്ഞാൽ ശരിക്കും ചെമ്പരത്തി പൂവിന്റെ നല്ല ബ്ലഡ് കളർ. ആ കളറ് കണ്ടതോടുകൂടി ഞങ്ങൾ എല്ലാവരും പേടിച്ചു. അത് ഞങ്ങളവിടെ അടുത്തുള്ള ജനറൽ ആശുപത്രി കൊണ്ടുവന്നു. ജനറൽ ആശുപത്രിക്കാരി പിന്നെ WNCയിലോട്ട് മാറ്റി. WNC ചെന്നപ്പോൾ അവര് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് 15 ദിവസം ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ കിടന്നു. ഇന്ന് ഈ സമയം വരെ അവർ ആ കുട്ടിയുടെ അസുഖം എന്താണെന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ കുറെ ടെസ്റ്റുകൾ, ആ ടെസ്റ്റിന് തന്നെ ഞങ്ങൾക്ക് കുറെ അധികം പൈസ ചെലവായി. ഈ ടെസ്റ്റുകൾ നടത്തുന്നതല്ലാതെ കുട്ടികളുടെ രോഗം എന്താണെന്നും അല്ലെങ്കിൽ കുട്ടിക്ക് ഈ ബ്ലഡിലുള്ള ഈ കളറിന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനും അവർക്ക് സാധിച്ചില്ല. ഈ സമയത്തിലാണ് എനിക്ക് നമ്മുടെ ഈ വെള്ളത്തെ കുറിച്ച് ഓർമ്മ വരുന്നത്. ഞാൻ ഈ കുപ്പിയും വെള്ളവുമായിട്ട് കുട്ടിയുടെ അടുത്ത് ആശുപത്രിയിൽ ചെന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് ഈ കുട്ടിക്ക് ഈ വെള്ളമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ വെള്ളം കുടിച്ച് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടി പകല് പോകുന്ന യൂറിനിൽ കുട്ടിയുടെ ബ്ലഡിന്റെ അളവ് കുറഞ്ഞു വന്നു. അപ്പൊ ഞാൻ പിന്നീടും പോയി എല്ലാ ദിവസവും ഈ വെള്ളം തന്നെയായി കുട്ടിയെ കുടിപ്പിച്ചേ. കുട്ടി ആ വെള്ളം എല്ലാം പിറ്റേന്നായപ്പോൾ രാവിലെ നേരം എടുത്ത് നമ്മൾ ഫസ്റ്റിലെ ഒഴിക്കുന്ന യൂറിനിൽ മാത്രം കളറായി. അപ്പൊ ആ കളർ മാറണമെങ്കിൽ രാത്രി വെള്ളം കുടിപ്പിച്ച്. അപ്പോഴേക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ ഈ ബെഡിൽ കിടത്തി ഈ വെള്ളം മാത്രമാണ് ഈ കുട്ടിക്ക് കൊടുത്തത്. കുട്ടി ഇപ്പോൾ വളരെ ആരോഗ്യവാനാണ്. അവന് സുഖമായിട്ട് നല്ല മിടുക്കനായിട്ട് ഇപ്പൊ സ്കൂളിൽ പോകുന്നു. അവൻ പിന്നെ കുംഭൂനൊക്കെ ചേർന്ന് വളരെ സന്തോഷത്തോടു കൂടി തന്നെ എൻ്റെ കുട്ടിയുടെ ഇരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതിന്റെ ടെസ്റ്റ് നമ്മളിപ്പോ ഇതിന്റെ ഈ സാധനം വാങ്ങിക്കുമ്പോഴുള്ള അതിന്റെ വിലയെ കുറിച്ചാണ് ആൾക്കാർ പലരും നമ്മൾ ചെല്ലുമ്പം പറയുന്നത്. വെറുതെ 15 ദിവസം ആശുപത്രി കിടന്നപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ജോലി സംബന്ധമായ കാര്യങ്ങൾ പെൻഡിങ്ങിലായി. 15,000 രൂപയോളം അവർ കുറിച്ചു തന്ന ടെസ്റ്റുകൾക്കായി. പക്ഷെ ആ സമയത്ത് നമ്മൾ ഒരു കാര്യം ഓർക്കണം. എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ രോഗം വന്നിട്ട് ചികിത്സിക്കുകയല്ല, രോഗം വരാതെ നോക്കുവാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ബയോട്ടോറിയം എന്ന് എനിക്ക് നിങ്ങളോട് ഉറക്കെ പറയുവാൻ സാധിക്കും. എൻ്റെ അനുഭവമാണ്, എൻ്റെ കുടുംബത്തിന്റെ അനുഭവമാണ്, എൻ്റെ കുട്ടിയുടെ ജീവിതമാണ്.
നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ബയോട്ടോറിയത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.